കണ്ണൂരിലെ സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന് തലവേദനയായി മാറുന്നു. കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ മത്സരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. അതേസമയം കെ സുധാകരൻ മത്സരിച്ചില്ലെങ്കിൽ സീറ്റ് വിട്ടുനൽകണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം. മൂന്നാം സീറ്റ് എന്ന ലീഗിന്റെ ആവശ്യം തണുപ്പിക്കണം. കെ സുധാകരന് പകരക്കാരനെ കണ്ടെത്തുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ നിലനിൽക്കുന്ന സമരാഗ്നി കെടുത്തണം. ഇതിനെല്ലാം ഏകമാർഗം KPCC അധ്യക്ഷൻ കൂടിയായ കെ സുധാകരൻ മത്സരിക്കുക തന്നെ. ഇതുതന്നെയാണ് കോൺഗ്രസിലെ ഭൂരിപക്ഷം നേതാക്കളുടെയും ആവശ്യം. ആരോഗ്യ പ്രശ്നത്തിന്റെ പേരിൽ മത്സരരംഗത്ത് നിന്നും ഒഴിഞ്ഞു നിൽക്കാനാണ് സുധാകരന്റെ തീരുമാനം. കണ്ണൂരിൽ ഒരു വട്ടം കൂടി മത്സരിക്കണമെന്ന ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉയരാനും സാധ്യതയുണ്ട്. കണ്ണൂരിൽ പുതുമുഖങ്ങളെ വേണ്ട എന്ന നിലപാടിലാണ് KC വേണുഗോപാലും. കോൺഗ്രസിന്റെ വിജയക്കുതിപ്പിന് ഊർജം പകരാൻ കെ സുധാകരൻ തന്നെ നായകനാകണമെന്നാണ് കണ്ണൂർ DCCയും മുന്നോട്ട് വയ്ക്കുന്നത്. വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിടാതെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യമാണ് KPCCക്ക് മുന്നിലുള്ളത്. ഇതിനായി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ മനസ്സറിയാൻ ആദ്യഘട്ട ചർച്ച സംസ്ഥാന നേതൃത്വം നടത്തിക്കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരാണ് മുഖ്യ പരിഗണന നൽകുന്നത്. സാമുദായിക സമവാക്യമെന്ന ചർച്ച ഉയർന്നുവരാതിരിക്കാൻ വളരെ ശ്രദ്ധയോടുകൂടിയാണ് സംസ്ഥാന നേതൃത്വം മുന്നോട്ടു പോകുന്നത്. ആരോപണങ്ങൾ ഉയർന്നുവന്ന സാഹചര്യത്തിൽ താൻ പിന്മാറാൻ തയ്യാറാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് അറിയിച്ചുവെങ്കിലും നേതൃത്വം വഴങ്ങുന്നില്ല. പത്തനംതിട്ടയെ ചൊല്ലി ചില ചെറിയ പിണക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. നിലവിലെ MP ആന്റോ ആന്റണിക്ക് പകരക്കാരനെ കണ്ടെത്തുക മറ്റൊരു വലിയ ചേരിപ്പൊരി വഴിവെക്കുമെന്ന് നേതൃത്വത്തിനറിയാം. പത്തനംതിട്ട ജില്ലയിൽ നിന്നും പാർലമെന്റിലേക്ക് മത്സരിക്കാൻ പ്രതീക്ഷിക്കുന്നവരിൽ KPCC ഭാരവാഹികൾ മുതൽ ജില്ലയിലെ DCC ഭാരവാഹികൾ വരെയുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.